ഇപ്പോൾ പുറത്തുവരുന്നൊരു പുതിയ വിവരത്തിലേക്കാണ്. കാലിക്കറ്റ് സർവകലാശാലയിൽ SFI ബാനറുകൾ കെട്ടിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പോലീസ് അതിന് കൂട്ടുനിന്നു. സംസ്ഥാനത്ത് ഭരണ സംവിധാനം തകരുന്നതിന്റെ തുടക്കമാണിതെന്ന് വ്യക്തം എന്നും രാജ്ഭവന്റെ വാർത്താക്കുറിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സലീം, നേരത്തെ തന്നെ ഇത് മുഖ്യമന്ത്രിയുടെ സ്പോൺസേഡ് പ്രതിഷേധം എന്നുള്ള വിമർശനം ഗവർണർ ഉയർത്തിയതാണ്. അത് കൂടുതൽ കടുപ്പിക്കുന്നു. ഈ രാജ്ഭവന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് എന്താണ് സലീം? രഞ്ജിത്ത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് SFI നടത്തുന്ന പ്രതിഷേധങ്ങളെ രാജ്ഭവൻ വലിയ രീതിയിൽ പ്രതിഷേധ സൂചകം എന്ന നിലയിലാണ് നോക്കിക്കാണുന്നത്. മാത്രമല്ല, ഈ രാജ്ഭവന്റെ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ തന്നെ പോലീസിനെ വലിയ തരത്തിൽ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലായിരുന്നു. അത് ആദ്യഘട്ടം മുതൽ നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരത്ത് ആദ്യ ദിവസങ്ങളിലെ കരിങ്കൊടി പ്രതിഷേധത്തിൽ ദുർബലമായ വകുപ്പുകൾ ചുമത്തിയപ്പോൾ രാജ്ഭവന്റെ ഈ സമ്മർദ്ദപ്രകാരമാണ് വലിയ ഗുരുതരമായ വകുപ്പുകൾ പോലീസിന് ചുമത്തേണ്ടി വന്നത്. അങ്ങനെ ഈ രാജ്ഭവൻ നിരന്തരമായി പോലീസിനെ സമ്മർദ്ദപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പോസ്റ്റർ വിവാദത്തിലും ബാനർ വിവാദത്തിലും ഇപ്പോൾ രാജ്ഭവന്റേതായി പുറത്തു വന്നിരിക്കുന്ന വാർത്താക്കുറിപ്പ്. പോലീസിന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഇത്തരത്തിൽ ഇവിടെ പോസ്റ്ററുകൾ പതിപ്പിച്ചത്. മാത്രമല്ല, പോസ്റ്ററുകൾ പതിക്കാൻ പോലീസുകാർ ഒപ്പം നിന്നു. അത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് പോസ്റ്ററുകൾ പതിപ്പിച്ചത് എന്നും രാജ്ഭവൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ അറിവില്ലെങ്കിൽ ഇത്തരത്തിലൊരു പോസ്റ്ററുകളോ ബാനറുകളോ പതിപ്പിക്കാൻ കഴിയില്ല. ഇത് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നിലയെ ആകെ താറുമാറാക്കുന്ന നിലയിലുള്ളതാണ് എന്നും ഈ ഗവർണർ അറിയിച്ചുവെന്നാണ് രാജ്ഭവൻ പറയുന്നത്. മാത്രമല്ല, അതിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ മുഖ്യമന്ത്രി തന്നെ സംസ്ഥാനത്തെ ഭരണഘടനാ രംഗത്തെ താറുമാറാക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ചീഫ് മിനിസ്റ്റർ പ്രസിപ്പിറ്റേറ്റ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി എന്ന് ഗവർണർ ആ വാർത്താക്കുറിപ്പിൽ പറയുന്നു. അതായത് സംസ്ഥാനത്തിന്റെ ഭരണ സംവിധാനത്തെ മുഴുവൻ തകർക്കുന്ന നിലയിൽ മുഖ്യമന്ത്രി പെരുമാറുന്നു. മുഖ്യമന്ത്രി തന്നെ പോലീസിനെ സമ്മർദ്ദപ്പെടുത്തുന്നു എന്നുള്ളതാണ് രാജ്ഭവന്റെ വാർത്താക്കുറിപ്പിലൂടെ പറയുന്നത്. മാത്രമല്ല, സംസ്ഥാനത്ത് നടക്കുന്ന ഈ വിഷയങ്ങളെ വലിയ രീതിയിലാണ് രാജ്ഭവൻ നോക്കിക്കാണുകയും ചെയ്യുന്നത്. ഓരോ ഘട്ടത്തിലും നമ്മളത് കണ്ടതാണ്. കൃത്യമായി ഈ പോലീസിന് ഇത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കേന്ദ്രസേനയെ വിന്യസിക്കുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങളും ഗവർണർക്ക് സുരക്ഷ നൽകാൻ കേന്ദ്രസേനയെ ഏർപ്പാടാക്കുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങളും രാജ്ഭവൻ ആലോചിക്കുന്നുണ്ട്. മാത്രമല്ല, DGPയിൽ നിന്ന് ഈ ക്രമസമാധാനം തകർന്നതിലും ഈ സുരക്ഷാ വീഴ്ച ഉണ്ടായതിലും, അത് ആദ്യഘട്ടത്തിൽ SFIയുടെ സമരവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നു. ഗവർണർ കടന്നുപോയ കാറിൽ ഗവർണറുടെ വാഹനത്തിന് മുകളിലേക്ക് SFI പ്രവർത്തകർ അടിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. അത് അതിഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ചയാണ്. അത് പോലീസ് ഒത്തുകളിച്ചതാണ് എന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നതാണ്. പോലീസിനെതിരെ ആ ആരോപണം ഉയർന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അതിശക്തമായ സുരക്ഷ ഒരുക്കാൻ പോലീസ് നിർബന്ധിതമായത്. കോഴിക്കോട് സർവകലാശാലയിലേക്ക് ഗവർണർ എത്തിയപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള സുരക്ഷ, അത് തിരുവനന്തപുരത്ത് ഒരുക്കാൻ കഴിയാതിരുന്ന സുരക്ഷ പോലീസ് ഒരുക്കേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ്. വലിയ തരത്തിലുള്ളൊരു പോലീസ് വിന്യാസം ഈ മേഖലകളിലും ഗവർണർ പോകുന്ന സ്ഥലങ്ങളിലുമൊക്കെ പോലീസ് ഒരുക്കിയിരുന്നു. അത് ആദ്യഘട്ടത്തിൽ ഉണ്ടായ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഗവർണർക്കും രാജ്ഭവനും പോലീസിന് വീഴ്ച വന്നു എന്നുള്ളൊരു നിലപാടെടുത്തു. അത് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു പോലീസിന്റെ ലക്ഷ്യം. പക്ഷേ ബാനർ വിവാദത്തിലൂടെ വീണ്ടും പോലീസിനെയും ഈ സംസ്ഥാന സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുകയാണ് ഗവർണർ ചെയ്യുന്നത്. ഒരു പോസ്റ്ററും ബാനറും സർവകലാശാലകളിൽ SFI കെട്ടിയതിന്റെ പേരിൽ അത് പോലീസിന്റെ അറിവോടെയാണ്. ഈ തർക്കത്തിൽ ഒരടി പോലും ഗവർണർ പിന്നോട്ട് പോകുന്നില്ല. അത് നേരെ തന്നെയാണ്. അതേസമയം മറുവശത്ത് സർക്കാരും ഒരനക്കം പോലും പിന്നോട്ട് പോകുന്നില്ല. കടുത്ത നിലപാട് തന്നെ ഗവർണർക്കെതിരെ സ്വീകരിക്കുന്നു. രാഷ്ട്രീയ പ്രതികരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ശക്തമാക്കുന്നു. ഗവർണറെ പരിഹസിക്കുന്ന തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഇന്നിപ്പോൾ സംഭവിച്ചത്, അതായത് സ്വാഭാവികമായും ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം, അതിനെ പോലീസിനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ തൻ്റെ കയ്യിലുള്ള സംവിധാനങ്ങളെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചു എന്നുള്ള രാഷ്ട്രീയ വിമർശനം നാളെ വരും മണിക്കൂറുകളിൽ സജീവമായി ഉയർത്തില്ലേ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ, CPIM നേതൃത്വവുമൊക്കെ? സലീം, റീജിത്ത്, ഉറപ്പായും. കാരണം ഇതിലൊരു അസ്വാഭാവികതയുണ്ട്. ഒരു അസാധാരണമായ പ്രതിഷേധം, അസാധാരണമായ സംഭവ വികാസം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ സംസ്ഥാനത്തുടനീളം അരങ്ങേറുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ഈ ഗവർണറും SFIയും തമ്മിലുള്ള ഒരു പോരാട്ടം എന്ന നിലയിൽ നിന്ന് അപ്പുറത്തേക്ക് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ, അല്ലെങ്കിൽ ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ എന്നൊരു നിലയിലേക്ക് മാറുകയും ചെയ്തു. മാത്രമല്ല, ഈ സുരക്ഷാ വീഴ്ചയും ഗവർണറുടെ കാറിൽ അടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സുരക്ഷാ വീഴ്ചയും ഗവർണർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ BJPക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലേക്ക് വളർന്നതായിരുന്നു. പക്ഷേ ഗവർണറുടെ ഈ അസാധാരണ നടപടികൾ വീണ്ടും അതിന്റെ മെറിറ്റിനെ മാറ്റിക്കളയുന്നു എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കാരണം ഇത്തരത്തിലൊരു സംഭവം, അത് ഒരു പോസ്റ്റർ പതിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു ബാനർ പ്രദർശിപ്പിച്ചത് കൊണ്ട് അത് ഏത് തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയാണ് സംഭവിക്കുന്നത് എന്ന ഗവർണറുടെ വാദം വിചിത്രമായി തന്നെ നിലനിൽക്കും. അത് ഒരു രാഷ്ട്രീയ ആയുധമാക്കി തന്നെ CPIM നേതാക്കളും സർക്കാരും ഒക്കെ വരും ദിവസങ്ങളിൽ പറയുകയും ചെയ്യും. കാരണം തിരുവനന്തപുരം നഗരത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന നിരവധി ഫ്ലെക്സ് ബോർഡുകൾ കോൺഗ്രസിന്റെയും BJPയുടെയും ഭാഗത്ത് നിന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. അത് നിയമസഭാ പരിസരത്തും സെക്രട്ടേറിയറ്റ് പരിസരത്തും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്.
ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെയും ഈ വിമർശനങ്ങൾ നേരിടുമ്പോഴും മുഖ്യമന്ത്രിയോ ഏതെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നോ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നോ ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യാനുള്ള ഒരു നിർദ്ദേശവും വന്നിട്ടില്ല. അങ്ങനെ ഒരു നിർദ്ദേശവും ഒരു കാലത്തും ഉണ്ടായിട്ടുമില്ല. അത് ഏതെങ്കിലും ഒരാളെ പരിഹസിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എത്രയോ കാലങ്ങളായി നമ്മൾ കണ്ടതാണ്. ഈ ഫ്ലെക്സ് ബോർഡ് യുദ്ധങ്ങളും ബാനറുകളും പ്രതിഷേധ ബാനറുകളും ഒക്കെ ഓരോ ക്യാമ്പസുകളിലും അതല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലും അത് പ്രതിഷേധ സൂചകമായി വെക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് അതിൽ ഒരു സുരക്ഷാ വീഴ്ചയുടെയും പ്രശ്നമില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തരത്തിലൊരു ബാനർ അഴിപ്പിക്കുന്നതിലൂടെ ഒരു അസാധാരണ സംഭവമാണ്. ഒരു തീർത്തും അസാധാരണമായ സംഭവത്തെ, അസാധാരണമായ സാഹചര്യത്തെ സംസ്ഥാന സർക്കാർ വലിയ നിലയിൽ വിമർശിക്കും. നേരത്തെ തന്നെ ഗവർണർ ഒരു ഗുണ്ടയെ പോലെ പെരുമാറുന്നു എന്ന നിലയിലുള്ള ആരോപണങ്ങളൊക്കെ മന്ത്രിമാർ ഉയർത്തിയിരുന്നു. അത് ഈ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ ആരെങ്കിലും പുറത്തിറങ്ങി നിന്ന് ചെറുപ്പക്കാരെ വെല്ലുവിളിക്കുമോ എന്നുള്ളതുൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ചോദിച്ചതാണ്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും വലിയ നിലയിലുള്ള വിമർശനം മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ ഉയർത്തിയതാണ്. SFIയുടെ വളരെ ചെറിയ കുട്ടികൾ ഈ സമരവുമായി വരുമ്പോൾ ഗവർണർ ഒരു മുത്തച്ഛനാകാൻ പ്രായമുള്ള ഗവർണർ അതിനെതിരെ നിൽക്കുന്നു എന്നുള്ളത് വിചിത്രമായ കാര്യമെന്നായിരുന്നു ചില മന്ത്രിമാരുടെയും പ്രതികരണം. ഇപ്പോൾ വീണ്ടും ആ ആരോപണങ്ങൾക്ക് മൂർച്ചയേറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. കാലിക്കറ്റ് സർവകലാശാലയിൽ SFI ബാനറുകൾ കെട്ടിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ള വിമർശനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവൻ ഉയർത്തുകയാണ്. മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്, ഉന്നമിട്ടുകൊണ്ടാണ് രാജ്ഭവന്റെ വാർത്താക്കുറിപ്പ് പുറത്തുവരുന്നത്. ഈ ബാനർ കെട്ടുന്ന നടപടിക്ക് പോലീസ് കൂട്ടുനിന്നു. സംസ്ഥാനത്ത് ഭരണ സംവിധാനം തകരുന്നതിന്റെ തുടക്കം എന്നാണ് ഇതിനെ രാജ്ഭവൻ വിശേഷിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനം തുടരുന്നു രാജ്ഭവൻ. അതേസമയം തന്നെ സർവകലാശാലയിൽ കനത്ത പോലീസ് സുരക്ഷയാണ് ഇപ്പോഴുള്ളത്. SFIയുടെ പ്രതിഷേധം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.